ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ദുഃഖശനി. ഇന്ന് വിചിന്തനത്തിനായി നമ്മൾ എടുത്തിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 62 മുതൽ 66 വരെയുള്ള വാക്യങ്ങളാണ്. പിറ്റേ ദിവസം, അതായത് ഒരുക്കദിനത്തിന്റെ പിറ്റേന്ന്, പ്രധാന പുരോഹിതന്മാരും ഫരിസേയരും പീലാത്തോസിന്റെ അടുക്കൽ ഒരുമിച്ച് കൂടി. അവർ പറഞ്ഞു, യജമാനനെ, 3 ദിവസം കഴിഞ്ഞ് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആ വഞ്ചകൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു. അതിനാൽ 3-ാം ദിവസം വരെ ശവകുടീരത്തിന് കാവലേർപ്പെടുത്താൻ ആജ്ഞാപിക്കുക. അല്ലെങ്കിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിക്കുകയും അവൻ മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തു എന്ന് ജനങ്ങളോട് പറയുകയും ചെയ്തെന്ന് വരും. അങ്ങനെ അവസാനത്തെ വഞ്ചന ആദ്യത്തേക്കാൾ ഗുരുതരമായി തീരുകയും ചെയ്യും. യേശു മരിച്ചത് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ സാബത്ത് ദിവസമായിരുന്നു. പുരോഹിത പ്രമുഖരും ഫരിസേയരും പീലാത്തോസിനെ സമീപിച്ച് കല്ലറയ്ക്ക് കാവലേർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു. സാബത്ത് ലംഘിച്ചു എന്ന് ക്രിസ്തുവിന്റെ മേൽ കുറ്റം ആരോപിച്ചവർ തന്നെ ഇപ്പോൾ സാബത്ത് ലംഘിക്കാൻ തയ്യാറായിരിക്കുന്നു. യേശുവിന്റെ മരണം മൂലം എല്ലാം അവസാനിച്ചു എന്ന് അവർ കരുതുമ്പോഴും യേശു പറഞ്ഞ വാക്കുകൾ അവർക്കുള്ളിൽ പ്രകമ്പനം കൊണ്ടു. 3-ാം നാൾ ഉയർക്കുമെന്നുള്ളത് ഒരു മുൻകരുതൽ എന്നോണമാണ് അവർ അത് ചെയ്തത്. ക്രിസ്തു പറഞ്ഞിരുന്നെങ്കിലും 3-ാം നാൾ ക്രിസ്തു ഉയർക്കുമെന്നൊന്നും അവർ വിചാരിച്ചില്ല. എന്നാൽ മറ്റൊരു സാധ്യത അവർ കണ്ടു. ശിഷ്യന്മാർ മൃതദേഹം മോഷ്ടിച്ച് ക്രിസ്തു ഉയർത്തു എന്ന് പ്രചരിപ്പിച്ചേക്കാം. അങ്ങനെ സംഭവിച്ചാൽ അത് ദൈവപുത്രനായ ക്രിസ്തുവാണ് താൻ എന്ന് പറഞ്ഞത് ജനത്തോട് അവൻ ജീവിച്ചിരുന്നപ്പോൾ കാണിച്ചതിനേക്കാൾ വലിയ വഞ്ചനയായി തീരും എന്ന ഭയമായിരുന്നു അവർക്ക്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 65-ാം വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്. പീലാത്തോസ് അവരോട് പറഞ്ഞു, നിങ്ങൾക്കൊരു കാവൽ സേനയുണ്ടല്ലോ, പോയി നിങ്ങളുടെ കഴിവ് പോലെ കാത്തുകൊള്ളുവിൻ. യേശു മരണത്തിന് അർഹമായ യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പീലാത്തോസിന് അറിയാമായിരുന്നു. യേശുവിനോടുള്ള അസൂയ മൂലമാണ് യേശുവിനെ വധിക്കാൻ അവർ തീരുമാനിച്ചതെന്ന് പീലാത്തോസ് മനസ്സിലാക്കിയിരുന്നു. പീലാത്തോസിന്റെ ഭാര്യയുടെ സ്വപ്നം ഒരു ദൈവിക സന്ദേശമായാണ് സുവിശേഷകൻ വിചാരണയും വിധിയും എന്ന സുവിശേഷ ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. യേശുവിനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പീലാത്തോസിന് താല്പര്യമില്ലായിരുന്നു. അതിനാലാണ് പീലാത്തോസ് അവരോട് പറഞ്ഞത്, നിങ്ങൾക്കൊരു കാവൽ സേനയുണ്ടല്ലോ, പോയി നിങ്ങളുടെ കഴിവ് പോലെ കാത്തുകൊള്ളുവാൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 66-ാം വാക്യം ഇതാണ്. അവർ പോയി കല്ലിന് മുദ്ര വെച്ച് കാവൽക്കാരെ നിർത്തി കല്ലറ ഭദ്രമാക്കി. കല്ലിന് മുദ്ര വെച്ച് കാവൽക്കാരെ ഏർപ്പാട് ചെയ്തപ്പോൾ എല്ലാം ഭദ്രമായി എന്നാണ് പുരോഹിതരും ഫരിസേയരും കരുതിയത്. ദൈവത്തെ കല്ലറയിൽ ഒതുക്കി കാവലേർപ്പെടുത്തുന്ന മനുഷ്യന്റെ ഗതികേടിനെ പറ്റിയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന വിഡ്ഢിത്തമാണിത്. ദൈവത്തെയും നമ്മുടെ മനസ്സാക്ഷിയിൽ ഉയരുന്ന ദൈവത്തിന്റെ സ്വരത്തെയും ഒതുക്കാൻ ശ്രമിച്ച് നാം പലപ്പോഴും പരാജയപ്പെടുന്നു. മുദ്ര വെക്കപ്പെട്ട കല്ലറ ഈ പ്രപഞ്ചം ദർശിച്ച ഏറ്റവും വലിയ സത്യത്തെ മൂടി വെക്കാനുള്ള അവസാനത്തെ ശ്രമത്തെയാണ് നാം ഇവിടെ കാണുന്നത്. കാവൽക്കാർക്ക് കൈക്കൂലി കൊടുത്ത് നുണ പറയാനായി പ്രധാന ആചാര്യന്മാർ അവരെ പ്രേരിപ്പിക്കുന്നു. കൊടും വഞ്ചനയുടെ മുഖമാണിത്. പക്ഷേ ആത്യന്തിക വിജയം ദൈവത്തിൻ്റെതാണ്. ദൈവം സത്യമാണ്. സത്യത്തെ നീണ്ട കാലത്തേക്ക് മൂടിവെക്കാൻ ആവില്ല. ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയിറ്റ്സ്. ദൈവം സത്യം കാണുന്നു, പക്ഷേ കാത്തിരിക്കുന്നു. കാത്തിരിപ്പ് തീരുമ്പോൾ സത്യം ഉറക്കെ ഉദ്ഘോഷിക്കപ്പെടുന്നു. ശത്രുകരങ്ങളാൽ മുദ്രവെക്കപ്പെട്ട കല്ലറയ്ക്കുള്ളിൽ നിന്നും യുഗാന്ത മഹത്വത്തിലേക്കുള്ള രക്ഷകനായി ഈശോയുടെ ഉദ്ധാനത്തിനായി നമുക്കൊരുങ്ങാം. അതോടൊപ്പം ദൈവമേ, നിന്റെ സ്വരം അടിച്ചമർത്തുന്നതിനേക്കാൾ ദുഷ്പ്രേരണകൾക്കെതിരെ മനസാക്ഷിക്ക് കാവലേർപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.